എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇറ്റ് ഈസ് കണ്ടീഷൻഡ് ഹാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കല്ല് വെച്ച ഹൃദയം എന്ന് പറയുകയല്ലേ, കല്ല് വെച്ച ഹൃദയത്തെക്കാൾ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഹൃദയം. ചില ആൾക്കാരുടെ ഹൃദയം ചില വിഷയങ്ങളോട് കണ്ടീഷൻഡ് ആയിട്ടുള്ള, അവർ അതിൻ്റെ അപ്പുറത്തൊന്നും ചെയ്യത്തില്ല, അവർ മുൻവിധിയോടുകൂടി അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഈ അവസ്ഥാന്തരപ്പെട്ടു പോയിട്ടുള്ള അവസ്ഥയുണ്ടാവും. ഇതൊരു കണ്ടീഷൻഡ് ഹാർട്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു റോക്കി ഹാർട്ട്. അതായത് അവസ്ഥാന്തരപ്പെട്ടു പോയ, അതായത് ചില ആൾക്കാർക്ക് എന്താണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആധ്യാത്മിക വിജയത്തിൻ്റെ, ആധ്യാത്മിക പരാജയത്തിൻ്റെ, ദൈവാഭിമുഖ്യ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ അത് കണ്ടീഷൻഡ് ഹാർട്ടാണ്. കണ്ടീഷൻഡ് ഹാർട്ട് എന്ന് വെച്ചാൽ അവസ്ഥപ്പെട്ടു പോയ, ഇപ്പം കോൺക്രീറ്റ് എന്നൊക്കെ പറയല്ലേ, കോൺക്രീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉറച്ചുപോയ ഹൃദയം. അപ്പം ചില കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുൻവിധിയോട് കൂടി ഉറച്ചുപോയ ഹൃദയം ഉണ്ടാകും. അത് ശരിയാകല്ലേ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, അത് എനിക്ക് ശരിയാകത്തില്ല. ഈ കണ്ടീഷൻ്റെ സ്വഭാവം എല്ലാത്തിലും ഉണ്ട്. ഭക്ഷണത്തിലുണ്ട്, രുചിഭേദങ്ങളിലുണ്ട്, വസ്ത്രങ്ങളിലുണ്ട്. അതിട്ടാൽ എനിക്ക് ശരിയാകത്തില്ല, അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിട്ടാൽ ശരിയാകത്തില്ല, എൻ്റെ കോൺഫിഡൻസ് പോകും, ആ ചെരുപ്പിട്ടാൽ എൻ്റെ കോൺഫിഡൻസ് പോകുമെന്ന് പറയത്തില്ലേ. അപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൊട്ട് കുത്തണ സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. അതിൽ അവർക്ക് പൊട്ടില്ലാതെ വന്നാൽ അവർക്ക് തുണി എടുക്കാത്ത പോലെ തോന്നും അവർക്ക്. അല്ലാതെ അതാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ഈ സംഭവം. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കൊണ്ടുവരികയാണ്. മനസ്സിലായില്ലേ? ഒരു ചെറിയ പൊട്ട് കുത്തണ സ്വഭാവം ഉണ്ട് പണ്ട് പോലെ. അന്ന് ആ സമയത്ത് തിരക്കത്തിൽ ആ സംഭവം ഡെപ്പി കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം വരെ ആ യാത്ര തീർന്ന് തിരിച്ചു വരുമ്പോഴും എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ. അതാണ് കണ്ടീഷൻ ഹാർട്ട് എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ഈ മേഖലകൾ ഉടമ്പടിയുടെ പരിഗണന വരുന്ന ഒരു സബ്ജക്റ്റാണിത്. അതായത് നമ്മളുടെ പരാജയങ്ങളുടെ എല്ലാം ഒരു പരിധിവരെ കാരണം ഈ കണ്ടീഷൻഡ് ഹാർട്ടാണ്. അവസ്ഥാന്തരപ്പെട്ടു പോയ മാനസിക അവസ്ഥകൾ, എനിക്കത് പറ്റത്തില്ല എന്ന് തോന്നുന്നത്, എനിക്കത് പറ്റത്തില്ല. ബിബിൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, അവൻ ഉടമ്പടി എടുക്കുന്നവരെ അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണ്? എനിക്ക് അരിയർ എഴുതാൻ പറ്റത്തില്ല, 22-24 അരിയർ ഞാൻ എങ്ങനെ എഴുതും? ബിടെക്കിൻ്റെ 24 പേപ്പറുണ്ടേ, കുടിശ്ശിക എഴുതി കിട്ടിയിട്ടില്ല. ഇപ്പോൾ 1-2 സബ്ജക്റ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മനസ്സിലിരിക്കണതാണ്, ഞാൻ എഴുതിയ നല്ലപ്പോൾ എഴുതിയിട്ട് കിട്ടിയില്ല, ഇപ്പോൾ ടച്ച് വിട്ട് പോയില്ലേ, എൻ്റെ ടച്ച് വിട്ട് പോയില്ല. അപ്പോൾ എൻ്റെ ടച്ച് വിട്ട് പോയി, ഇംഗ്ലീഷിന് ടച്ച് വിട്ട് പോയി, എൻ്റെ സ്പീക്കിങ്ങിന് ടച്ച് വിട്ട് പോയി, റൈറ്റിങ്ങിന് ടച്ച് വിട്ട് പോയി, വായിക്കാനോ ടച്ച് വിട്ട് പോയി. അപ്പോൾ ഈ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞാണ് കുഴപ്പം മുഴുവനും. ഈ മേഖലയാണ് ശിലാഹൃദയം എന്ന് പറയുന്നത്. നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതാണ്ടിരിക്കണതും അവസാനിപ്പിക്കണതും. ഇനിയിപ്പോൾ കെട്ടിയാൽ ശരിയാകത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ കെട്ടിയാൽ ശരിയാകത്തില്ല, ഇപ്പോൾ 37 വയസ്സായില്ലേ, എന്നാത്തിന് കെട്ടാനാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കണ്ടീഷനായി പോകണം. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, ഏതവസ്ഥയിലും ഉടമ്പടിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റും, നിൻ്റെ മനസ്സ്. അതാണ് പറയണത്, നിൻ്റെ ഹൃദയത്തിൽ നിന്ന്. 36-26 വായിച്ച്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളഹൃദയം നൽകും. ഇപ്പം ചില ആൾക്കാർ പറയും, എൻ്റെ അച്ഛൻ ഞാൻ 12 കച്ചവടം ചെയ്ത് 12 കൊത്തുപാള എടുത്ത് ഇനി ഞാൻ കച്ചവടം ഒന്നും പറഞ്ഞ് വരത്തില്ലെന്ന് പറയും. അതാണ് ടച്ച് വിട്ട് ഹൃദയം ശിലാഹൃദയമായിപ്പോയി. പരാജയപ്പെട്ട് ശിലാഹൃദയമായതാണ്. ഇനി പറ്റത്തില്ലെന്ന് പറയണില്ലേ? ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. ചില ആൾക്കാർ ഗവൺമെൻറ് ടെസ്റ്റൊക്കെ അവസാനിപ്പിച്ചല്ല, കുറേ എഴുതി തോറ്റ്, ഇനി എന്തും കിട്ടാനാണ്. ഇത് എൻ്റെ മക്കളൊരു കാര്യം പറയണത്, അതായത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഓരോരോ കാര്യത്തിൽ പരാജയങ്ങൾ വാങ്ങിച്ച് നമ്മുടെ ആത്മവിശ്വാസം പോയി നമ്മളിങ്ങനെ ടച്ച് വിട്ട് പോയിട്ട് നമ്മൾ ഇൻട്രോവേർട്ടായി പോകും. അവസാനം ഈ വിഷയമാണ് നിന്നെ ദൈവം വന്ന് വിളിക്കണത് ഉടമ്പടിയിലൂടെ. കാര്യം ഇതാണ്, ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യണതല്ല. നീ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞാൽ നീ മുഴുവൻ നിൻ്റെ പരാതികളും ആത്മവിശ്വാസം കുറഞ്ഞു പോയി, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയണത് എന്താണ് നീ പറയണത്?
എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്നല്ലേ പറയണത്, അല്ലേ? ദാറ്റ് മീൻസ് മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. എൻ്റെ മെറിറ്റ് ഇത് വർക്ക് ചെയ്യത്തില്ലെന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ ഉടമ്പടി എന്താ പറയണത്? നിൻ്റെ ഗ്രേസിൽ ഇത് വർക്ക് ചെയ്യുമെന്ന്. ഗ്രേസ് വർക്ക് ചെയ്യണേ എങ്ങനെയാണ്? വരപ്രസാദം മെറിറ്റ് പോട്ടെ, മെറിറ്റിൻ്റെ കാര്യം പറഞ്ഞത്. നിൻ്റെ ശിലാഹൃദയം മെറിറ്റിൽ മാത്രം ആശ്രയിച്ച് പരാജയപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ നിവർത്തിയില്ലെന്ന് പറയുന്ന നിൻ്റെ ശിലാഹൃദയം ഞാൻ ഉടമ്പടിയിലൂടെ എടുത്തു മാറ്റും. പകരം എന്ത് തരും? മാംസളമായ ഹൃദയം തരുമെന്ന്. ഗ്രേസ്ഫുൾ ഹാർട്ട്, വരപ്രസാദം നിറഞ്ഞ ഒരു ഹൃദയം നിനക്ക് തരും. എന്തിനെന്നറിയാവോ? ഇത് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഹൃദയമാണ്, ചെയ്യാനുള്ള ഹൃദയമല്ല. ചെയ്യണത് ആരായിരിക്കും? ദൈവമായിരിക്കും. നീ ആയിരിക്കത്തില്ല ചെയ്യണത്. ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും ദൈവത്തിനെ പ്രണയിക്കാനും ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനും വേണ്ടി ഒരു പുതിയ ഹൃദയമാണ് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ തരണത്. പക്ഷേ നിനക്ക് വേണ്ടി ചെയ്യണത് ആരായിരിക്കും? അത് ദൈവമായിരിക്കും. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതെന്തുകൊണ്ടാണ്? ദൈവം നമുക്ക് വേണ്ടി നിലകൊള്ളും. പാസ്പോർട്ട് ഓഫീസിലായാലും ഞാൻ നിനക്ക് വേണ്ടി, ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യുമെന്ന് പറയത്തില്ലേ? ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി നിലകൊള്ളും. അത് എവിടെ? സ്ഥലവളവിൻ്റെ സ്ഥലത്തായാലും ശരി, ഭാഗ ഉടമ്പടി ആയാലും ശരി, ഒരാൾ വന്ന് നിൽക്കും. നീ ഉടമ്പടി ചെയ്യുമ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ, നിനക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടി ഒരാൾ വരും. 36:9 അങ്ങനെ ഒരു വചനമുണ്ട്. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഒന്ന് പറഞ്ഞേ, ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അതായത് എവിടെ ചെന്നാലും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരാൾ. ഈ ആളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഹൃദയം കോഗുലേറ്റ് ചെയ്യണത്. എങ്ങനെയാണ്? ഉരുക്കിയെടുക്കും. എപ്പോഴും നിങ്ങൾ ദൈവത്തോട് പറയണം, ഈശോയെ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ഹൃദയം നിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ തരളിതമാക്കാൻ പ്രാർത്ഥിക്കണം. പതുക്കെ അങ്ങനെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു. അല്ലെ നിങ്ങളെപ്പോഴും എൻ്റെ IELTS ജയിപ്പിക്കണേ, വസ്തു വിൽക്കണേ, പെണ്ണ് കെട്ടിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അലബലാദി ക്രിസ്ത്യാനികൾ എപ്പോഴും പറഞ്ഞ് ആകുലപ്പെട്ടിക്കണ പോലെ ചെയ്യരുത്. വി മസ്റ്റ് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ആൻഡ് പ്രൈമറി ചാൻസ് ടു ജീസസ്. നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ചിന്തിക്കണം. ബാക്കിയെല്ലാം ഇങ്ങനെ ചേർത്ത് നൽകുന്ന കാര്യങ്ങളല്ലേ. പലപ്പോഴും എനിക്ക് നിങ്ങളുടെ ആധ്യാത്മിക വളർച്ചയിൽ ഒരു ചെറിയ ഒരു പിന്നെപ്പോക്ക് വരണത്. അതായത് അതിൻ്റെ കാരണം യു ആർ മോർ കോൺഷ്യസ് അബൌട്ട് യുവർ മെറ്റീരിയൽ ഡിമാൻഡ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങളെക്കുറിച്ച് ഓവറായിട്ടുള്ള വറിയാണ്. നോ, നിങ്ങൾ ദൈവത്തെക്കുറിച്ച് വറി ചെയ്യുക. ഉടമ്പടിയിൽ ഒത്തിരിയേറെ ചെയ്താൽ തീരാത്തത്രയും സുവിശേഷ വേലകളും നമ്മൾ എളിമപ്പെടുത്തുന്ന സുവിശേഷ വേലയും ദൈവത്തെ മുൻനിർത്തി മാത്രം ചെയ്യാൻ പറ്റണ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉടമ്പടിയിൽ, അല്ലേ? നമ്മൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് അച്ഛൻ വൈ ഐ ആം ഗീവിങ് മോർ ഇമ്പോർട്ടൻസ് ടു ദിസ് കൈൻഡ് ഓഫ് മിഷണറി വർക്ക്സ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താ പ്രാധാന്യം കൊടുക്കണമെന്ന് അറിയാമോ? ഇപ്പം നിങ്ങൾ പറയും, അച്ഛാ എനിക്ക് 4 കോടി കടവാണ്, ഞാൻ ഈ 10-15 നടന്ന് അവിടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കടന്മാർ എൻ്റെ കടക്കാർ വന്ന് എൻ്റെ പിടയ്ക്ക് പിടിക്കത്തില്ലേ? ഞാൻ കട അന്വേഷിക്കാനുള്ള കാര്യങ്ങൾ തിരക്കല്ലേ പോകേണ്ടത്. എൻ്റെ മക്കളെ, ഞാനൊരു കാര്യം നിങ്ങൾ പറയട്ടെ. ഞാനൊരു 21 ലക്ഷം മനുഷ്യരെടുത്തിട്ടുണ്ട് കൗൺസിലിംഗ്. എപ്പോഴും ഞാൻ പറയും 21 ലക്ഷം വന്ന്. മേ ബി ഒരു കേരളത്തിൽ അങ്ങനെ ആരും എടുത്തി. കാരണം എൻ്റെ ജോലി കൗൺസിലിംഗ് ആയിരുന്നു ആദ്യമേ. കുറച്ച് കാലം കഴിഞ്ഞ് ഇടവക വികാരി ആയത് കാരണം ധ്യാനമൊന്നും പുറത്തു പോയി അധികാരം താമസം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന 87 മുതൽ വരാൻ തുടങ്ങിയില്ല ആൾക്കാർ, 87 മുതൽ. അപ്പോഴെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരുമായിട്ട് 21 ലക്ഷം മനുഷ്യരെന്ന് പറയുമ്പോൾ 2-3 കോടി പ്രശ്നം കാണത്തില്ലേ അവർക്ക്? 2-3 കോടി പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് പരിഹരിക്കണത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ജോലി ചെയ്യും. അതാണ് സംഭവം. എന്താ വെച്ചാൽ ചില സമയത്ത് മെറിറ്റ് കൊണ്ട് ഒരു ചുക്ക് നടക്കത്തില്ല. ചില സമയത്ത് മെറിറ്റ് കൊണ്ട് ഒരു ചുക്കും നടക്കത്തില്ല. എന്ന് വെച്ചാൽ മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യോഗ്യത കൊണ്ട് ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മളുടെ ആവശ്യം നമ്മുടെ യോഗ്യതയേക്കാൾ കൂടുതലല്ലേ. മനസ്സിലായില്ല? അത് എപ്പോഴും എൻ്റെ മക്കളത് മനസ്സിലാക്കണം അതിനെക്കുറിച്ച്. അതായത് നമ്മുടെ ആവശ്യം നമ്മുടെ യോഗ്യതയേക്കാൾ കൂടുതലാവും.
അപ്പം അതുകൊണ്ട് നമ്മുടെ ആവശ്യം നമ്മുടെ യോഗ്യതകൾ കൂടുതലായത് കാരണം ചില കാര്യങ്ങൾ മെറിറ്റ് കൊണ്ട് നടക്കത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഗ്രേസ് കൊണ്ടാണ് നടക്കുന്നത്. അതായത് നിങ്ങളുടെ വിഷയം സങ്കീർണമാണെങ്കിൽ അത് മെറിറ്റിൽ നടക്കാത്തൊരു കാര്യമാണ്. മനസ്സിലായ? അത് ഗ്രേസിലേ നടക്കത്തുള്ളൂ. ഇത് ഒന്ന് ഞാൻ വളരെ എളിമയോടെ പറയുകയാണ്, ഇതൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ വിഷയം സങ്കീർണമാണെന്ന് വിചാരിച്ചു. ഇപ്പം നിൻ്റെ വൈഫ്, നിൻ്റെ ഹസ്ബൻഡ് ഒരു സ്ത്രീയുമായിട്ട് ജീവിക്കുക, അതിൽ കുഞ്ഞുണ്ട്, അതിൽ 2 കുഞ്ഞ് നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ വിഷയം നിസ്സാരമല്ലല്ലോ, സങ്കീർണമല്ലേ? ഇല്ലേ? ഇത് നമുക്ക് മെറിറ്റ് കൊണ്ട് ചെയ്യണത് കോടതി പോവുകയൊക്കെ ചെയ്യാൻ പറ്റും. കോടതി പോവുകയോ വരികയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ കാശും പോവും, അവരുടെ കാശും പോവും. കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കും. ഇത് മെറിറ്റിലാണത് ചെയ്യണത്. മനസ്സിലായ? പക്ഷേ ഈ വിഷയം സങ്കീർണമാണ്. ഇത് വിഷയം സങ്കീർണമായാൽ പിന്നെ അത് മെറിറ്റിൽ നടക്കത്തില്ല, ഗ്രേസിലേ നടക്കത്തുള്ളൂ. നിങ്ങൾക്ക് വരുന്ന അബദ്ധം എന്താണെന്നറിയാവോ? നിങ്ങൾ ഈ വിഷയം ഉടമ്പടി ചെയ്തിട്ട് വീണ്ടും മെറിറ്റിൽ നടത്താൻ വേണ്ടി, അതായത് യോഗ്യത അനുസരിച്ച്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കലിബറില്ലേ, അവൻ്റെ കഴിവ്, അവൻ്റെ ബുദ്ധി, അവൻ്റെ സ്വാധീനം, നിയമപരമായ വശം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു കേസിന് പോയി. ഇപ്പോൾ വിഴിഞ്ഞ സമരത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പോയായിരുന്നല്ലോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഈ വികസനത്തിന് എപ്പോഴും ഇരകളുണ്ടാവും. ഇരകൾക്ക് വേണ്ടി ആരും നിൽക്കത്തില്ല, സർക്കാരും നിൽക്കത്തില്ല, കോടതിയും നിൽക്കത്തില്ല ചില സമയത്ത്. അതുകൊണ്ടാണ് നമ്മൾ അവകാശ പോരാട്ടത്തിന് പോകേണ്ടി വരേണ്ട കാര്യം അതാണ്. അപ്പോൾ അവകാശ പോരാട്ടത്തിന് മുമ്പ് പോകണമെങ്കിൽ അവകാശം നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടണം. ഭരണഘടനയിൽ അവകാശം തന്നിരിക്കുന്നത് ജനറലാണ്, അത് പ്രാദേശികമാക്കണം. ദേശീയമായിട്ടാണ് നമുക്ക് അവകാശം തന്നിരിക്കുന്നത്. അത് പ്രാദേശികമായി അനുഭവിക്കുന്ന വിഷയങ്ങളിലേക്ക് കോടതിയെ കൊണ്ട് പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കോടതി പോയത്. അതായത് തുറമുഖം ഉണ്ടാക്കിയതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള ഇരകൾക്കെല്ലാം റെമഡിക്കൽ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു ഭയങ്കര വർക്ക് ചെയ്തിട്ടാണ്, 2.5 കൊല്ലം ആ വർക്ക് ചെയ്തിട്ടാണ് ഇത് കോടതി പ്രസൻറ്റബിളായത്. അപ്പോൾ കോടതി പ്രസൻ്റ് ആയപ്പോൾ ഞങ്ങൾ കൗണ്ടർ അഫിഡാവിറ്റ് കൊടുത്തപ്പോഴേ, അഫിഡാവിറ്റ് ഉടനെ ഗവൺമെൻറ്റിനെതിരെയുള്ള കേസ് വന്നത്. ഗവൺമെൻറ് ഷിപ്പിംഗ് കോർപ്പറേഷൻ പോർട്ടസ്റ്റ് ആയത് കാരണം പോർട്ടസ്റ്റിനെതിരെയും കുറേ 6 പേർക്കെതിരെയാണ് കേസ് വന്നത്. അപ്പോൾ അവർ അഫിഡാവിറ്റ് കൊടുക്കും, ഞങ്ങൾ പറയുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമർത്ഥിച്ചുകൊണ്ട് ഗവൺമെൻറ് അഫിഡാവിറ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ കൗണ്ടർ അഫിഡാവിറ്റ് കൊടുക്കണം. കൗണ്ടർ അഫിഡാവിറ്റ് കൊടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു, തീരത്ത് ജനിച്ചവരാണ്, തീരമേഖല താമസിക്കുന്നവർ, കടൽ കൊണ്ട് ജീവിക്കുന്നവരാണ് അവർ. അപ്പോൾ ഞങ്ങൾക്കവിടെ ജനിച്ച സ്ഥലത്ത് സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പ് വരുത്തുന്നുണ്ട്. അതിന് മൗലിക അവകാശം എന്ന് പറയും, റൈറ്റ് ടു ലൈഫ്, മാന്യമായി ജീവിക്കാനുള്ള അവകാശം. അത് ഞങ്ങൾക്കിപ്പോൾ കവർന്നെടുക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് പുനഃസ്ഥാപിച്ച് തരണം. അപ്പോൾ എൻ്റെ വക്കീൽ എന്നോട് പറഞ്ഞു, വെച്ചാൽ നമ്മൾ ഭരണഘടനയുടെ മൗലിക അവകാശമൊക്കെ പറഞ്ഞാൽ ഭരണഘടനാ ബെഞ്ചിന് വിടാൻ പറയുന്നത്. പിന്നെ ഈ കാലത്ത് നിന്ന് നടക്കത്തില്ല. അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന്, സുപ്രീം കോടതിയിൽ നിന്ന് ഭരണഘടനാ ബെഞ്ചിലുള്ള 2 പേർ ഹൈക്കോടതി കൊണ്ടുവന്നിട്ട് അവർ കേസ് വാദിക്കാൻ പറയും. അപ്പോൾ അവർക്കും ചിലപ്പോൾ ഗവൺമെൻറ്റായിട്ടൊക്കെ വാദിച്ചു പോകും കേസ് കെട്ടുകൾ. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേഷനായിട്ട് പറയും. അപ്പോൾ ഞാനെന്താ ചെയ്തിരിക്കുന്നത്, അതൊക്കെ മനസ്സിലായി, മെറിറ്റ് മാറിയെന്ന് മനസ്സിലായില്ലേ? മെറിറ്റ് മാറിയില്ലേ? നമ്മുടെ യോഗ്യത പോയി. സുപ്രീം കോടതിയിലെ ഭരണ ബെഞ്ചിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തി 2 പേരെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എക്സ്ട്രാ ചിലവ് ചിലപ്പോൾ ഒന്നൊന്ന് വരും. ഇനി അവർ വന്ന് ഈ വിഷയം പഠിച്ചിട്ട് ഇത് റൈറ്റ് ലൈഫിൽ വരുന്നതാണോ, മാന്യമായി ജീവിക്കാനുള്ള ഭരണഘടന അവകാശം നൽകുന്ന അവകാശത്തിൽ ഈ വിഷയം ഉൾപ്പെടുമോ എന്നുള്ളത് അവർ പഠിച്ചിട്ട് ചിലപ്പോൾ 3 കൊല്ലം കൊണ്ടിരിക്കും ഞാൻ വിധി പ്രസ്താവിക്കണം. അപ്പോൾ കുറേ ആൾക്കാർ മരിച്ചു തീർന്നിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഈ കേസ് കൗണ്ടർ അഫിഡാവിറ്റ് കൊണ്ടുവന്ന് മാതാവിൻ്റെ ഈ ജെരോളെ വെച്ചിട്ട് പറഞ്ഞു, അമ്മേ ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടരുത്, അത് മെറിറ്റ് പോയില്ലേ എൻ്റെ കാര്യം, ഇത് മെറിറ്റായിട്ട് പോകരുത്. അമ്മ കോടതി വരണം, ഇപ്പോഴുള്ള ചീഫ് ജസ്റ്റിസിനെ കൊണ്ടും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് അതിൻ്റെ കൂടെ ഉള്ള ഷാജി പിച്ചാരി ജസ്റ്റിസിൻ്റെ കൂടെ വേറെ ജസ്റ്റിസ് ഉണ്ട്, ചീഫ് ജസ്റ്റിസ് മണിലാലാണ്, ഇവരെ കൊണ്ട് ഈ ഡിവിഷൻ ബെഞ്ചിനെ കൊണ്ട് തന്നെ തീരുമാനം എടുപ്പിക്കണമെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് എന്താണ്, മെറിറ്റ് പോയി, വിഷയം സങ്കീർണമാണ്, മെറിറ്റ് പോയി നമ്മളുടെ. പിന്നെ എന്ത് ചെയ്യും, വർക്ക് ചെയ്യണം, എന്താണ്, ഗ്രേസേ വർക്ക് ചെയ്യത്തുള്ളൂ. ആ ഒരു ഒറ്റ സിറ്റിങ് അന്നേക്കാളൊന്ന് ചിന്തിക്കുക, വെർച്വലായിട്ടുള്ള വാദനമാണ് നടക്കുന്നത്. വക്കീൽ എറണാകുളത്തിരിക്കുന്ന വക്കീലിൻ്റെ ഓഫീസിലിരിക്കുന്ന, കോടതിയിലിരിക്കുന്നു. അന്ന് കോവിഡാണ്,
കഴിഞ്ഞ ഒക്ടോബറിലൊക്കെ കോവിഡല്ലേ, വാദമില്ലല്ലോ, ഫിസിക്കൽ വാദമില്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ജഡ്ജിയുമായിട്ട് വാദം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നെറ്റ് പോണത്. അപ്പം നെറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, അമ്മേ നെറ്റ് പോകരുത്, നെറ്റ് പോയി കഴിഞ്ഞാൽ ജഡ്ജിക്ക് എന്ന് പറഞ്ഞ സമയത്ത് ഒരു ദിവസം 28 കേസൊക്കെ ഉണ്ടാവും. അവർ വിളിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം വിളിച്ചു വിട്ട് എല്ലാം ക്യാൻസലാക്കിക്കൊണ്ടിരിക്കുകയാണ്, തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വക്കീൽ എന്നെ പറഞ്ഞ് ഇത് തള്ളാൻ സാധ്യതയുണ്ട്, കാര്യം 13 പ്രേയേഴ്സാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, തള്ളുമെന്ന് പറയും. ഞാൻ തള്ളത്തില്ല, ഇത് അമ്മയല്ലേ വെച്ചിരിക്കണത്, എങ്ങനെ തള്ളാനാ? അപ്പം നിങ്ങളോട് ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാൻ കടന്നു പോകുന്ന വഴികളിലൂടെയാണ് പറയണത്, മനസ്സിലായില്ലേ? നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞത് തള്ളത്തില്ല. കാര്യം പൊതു താല്പര്യ ഹർജിയിൽ 2 പ്രേയേഴ്സ് വെക്കാം നമുക്ക് മാക്സിമം. ഇത് 11 പ്രേയേഴ്സാണ് വെച്ചിരിക്കുന്നത്. ഹോക്കി ദുരന്തത്തെ മരിച്ചുപോയ ആൾക്കാർ ഇന്നും സിമൻറ്റ് ഗോഡൗണിൽ താമസിക്കുന്നുണ്ട്. അവിടെ പുനരധിവാസം ഉൾപ്പെടെ എല്ലാ വിഷയവും ഇതിനകത്ത് വെച്ചിരിക്കുക. 100 കൊല്ലമായിട്ട് 6 കിലോമീറ്റർ സ്ഥലത്തിൻ്റെ വീതിയിൽ, 1/2 കിലോമീറ്റർ സ്ഥലത്തിൻ്റെ വീതിയിൽ കൊച്ചി മുതൽ പുറക്കാട് വരെ ലക്ഷക്കണക്കിന് ഏക്കർ കടലിൽ പോയിട്ടുണ്ട് കൊച്ചി തുറമുഖം കാരണം. അതിൻ്റെ 100 കൊല്ലത്തെ കോമ്പൻസേഷനാണ് കേസിൻ്റെ വിഷയം. അത് സ്ഥാപിച്ചെടുക്കണ്ടേ? ഇറ്റ് ഈസ് വെരി സീരിയസ് തിങ്. ആ കിട്ടാവുന്ന രേഖകളെല്ലാം സംഘടിപ്പിച്ച് കോടതി ഇത്രയും പറഞ്ഞു, ഓൾ ഗ്രീവിയൻസ് മസ്റ്റ് ബി സെറ്റിൽഡ് പെർമനൻ്റ്ലി. എല്ലാ പരാതികളും പൂർണ്ണമായിട്ട് ശാശ്വതമായിട്ട് പരിഹരിക്കേണ്ടതാണെന്ന് ഒരു നോട്ട് കിട്ടി. അത്രയും നോട്ട് കിട്ടിയാൽ മതി. ഞാനിപ്പോൾ വിഴിഞ്ഞത്തേക്ക് വിജിനെ സമരഭൂമിയിൽ നിൽക്കുന്ന ചെയർമാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് നോട്ട് മുഴുവനും. കാര്യം ഓൾറെഡി ഇതിനെക്കുറിച്ച് വിധി ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോരാട്ടത്തിൻ്റെ സമയത്തേക്കും വിഷയം സങ്കീർണം, ഞാൻ എൻ്റെ സബ്ജക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, വിഷയം സങ്കീർണമാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പിന്നെ അത് ഈ യോഗ്യതയെ വർക്ക് ചെയ്യത്തില്ല, മനസ്സിലായില്ലേ? അത് ഗ്രേസിലെ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഗ്രേസിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്രേസ്ഫുള്ളായിട്ട് മാറണം. ദിസ് ഇസ് മൈ പോയിൻറ്റ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. അല്ല കേസും കാര്യങ്ങളൊന്നുമല്ല പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഒരു വിഷയം സങ്കീർണമാണെന്ന് വിചാരിച്ചോ. ഇപ്പം നമ്മുടെ ഡോളി ചേച്ചിയുടെ ഡാർലി റോയിയുടെ വിഷയം എന്താ? അത് സങ്കീർണമായൊരു വിഷയമാണ്. അവരുടെ വിഷയം എന്താണ്? അവരുടെ വിഷയം 100 കൊല്ലമായിട്ട് പാകുടമ്പടി ചെയ്യാത്ത 5 പുരയിടങ്ങൾ പോരെ, 5 വീട് 100 കൊല്ലമായിട്ട് പാകുടമ്പടി ചെയ്തിട്ടില്ല. അതായത് അപ്പൻ്റെ അപ്പാപ്പൻ്റെ കാലത്തുള്ള പുരയിടമാണ്, അപ്പൻ്റെ അപ്പാപ്പൻ്റെ കാലത്തുള്ള പുരയിടമാണ്. 5 വീട്ടുകാരവിടെ താമസിക്കുന്നുണ്ട്. പണ്ടത്തെ 7 രൂപ വാടകയ്ക്ക്. ആ വാടക ഇപ്പോൾ അവർ കൊടുക്കണില്ല, മനസ്സിലായോ? അതായത് അപ്പൻ്റെ അപ്പാപ്പൻ്റെ പുരയിടമാണ്, അപ്പൂപ്പൻ്റെ പുരയിടമാണ്, അപ്പൻ്റെ അപ്പൂപ്പൻ്റെ പുരയിടമാണ്. അപ്പോൾ എത്ര തലമുറയായി? 10, 70, 75 തലമുറ കഴിഞ്ഞ്, 75 വർഷം കഴിഞ്ഞ് ആ പുരയിടത്തിൽ 5 പേര് താമസിക്കുന്നുണ്ട്. ആ വീട് ആദ്യം കൊടുത്ത ആൾക്കാർക്ക് 7 രൂപ, അന്നത്തെ 7 രൂപ വാടക കൊടുത്തിരിക്കുകയാണ്. ആ വാടകക്കാർ വേറെ ആൾക്കാർക്ക് കൊടുത്തിരിക്കുകയാണ്. അവർ 7 രൂപയ്ക്ക് പകരം 7000 രൂപ മേടിക്കുന്നുണ്ടാവും. 7 രൂപയ്ക്ക് വാടകയ്ക്ക് പകരം തിരിച്ച് വാടക വേറെ ചീട്ടെടുത്തിട്ട് 7000 രൂപ മേടിച്ചിട്ടാണ് കണ്ടവൻ്റെ പുരയിടം കൊണ്ട് അവർ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൈമാറിപ്പോയി. ഇനിയിപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഈ ഓരോ വീട്ടിലും ആദ്യം യഥാർത്ഥ അവകാശികൾ കയറി താമസ അവകാശം മരിച്ചു പോയിട്ട് ബാക്കിയുള്ള ഉപഅവകാശികളാണ് താമസിക്കുന്നത്. 12 പേരൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാ വീട്ടിലും. ഇവരുമായിട്ടുള്ള ഡിസ്കഷൻസ് എന്നൊക്കെ പറയണതേ എൻ്റെ തന്നെ ഓരോ ഡിസ്കഷൻ കഴിയുമ്പോഴും പിന്നെയും ആഴം കൂടണം എന്നല്ലാതെ ഒന്നും നടക്കത്തില്ല. എന്നിട്ട് ഈ വിഷയം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഡാർലി ചേച്ചി വന്ന് ഉടമ്പടി ചെയ്യണത്, മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അവർക്ക് ആ ഉടമ്പടിയുടെ എല്ലാവിധ കപ്പാസിറ്റി ഉള്ള ആളാണ്. അവരാ ഉടമ്പടി നമ്മൾ ദൈവത്തോട് ചെയ്യല്ലേ. വിഷയം സങ്കീർണമായി, ഇതാണ് സങ്കീർണം. അത് ഹെവി ഡ്യൂട്ടി എന്ന് ഞാൻ പറയത്തില്ലേ, ഉടമ്പടി ഹെവി ഡ്യൂട്ടി ചെയ്യുമെന്ന്, മനസ്സിലായില്ലേ? ഡ്യൂട്ടി മനസ്സിലായില്ലേ? അത് ഒരു സ്ഥലത്ത് 20 കൊല്ലം താമസിച്ച ആദ്യത്തെ വീട്ടുകാരെ തന്നെ ഇറക്കാൻ എന്ത് പാടാണ്. അപ്പോഴാണ് 100 കൊല്ലത്തെ ആൾക്കാർ വരുന്നത്. അത് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ദൈവം ഈ വിഷയം ഒരു 3 മാസം കൊണ്ട്, അല്ല 1 മാസം എന്നാണ് പറഞ്ഞു, 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് ഒരു വീട്ടുകാരൻ കുറേ ഡിസ്കഷൻ ചെയ്ത് കാര്യം ഇത്രയും വർഷത്തെ വേരല്ല കിടക്കണത്.
ആ വീട്ടുകാരൻ ഉള്ളിൽ നിന്ന് അയാൾക്ക് തോന്നി, എന്താണ്, ഇത് വിലക്കെടുത്ത പ്രശ്നങ്ങളെല്ലാം തീരുമല്ല എന്ന്. പണ്ടും തോന്നിക്കാണുവേ, പക്ഷെ ഇപ്പം തോന്നുമ്പോൾ ഒരു അഭിഷേകത്തോടെയാണ് തോന്നണത്. മനസ്സിലായില്ലേ? അതായത് ഉടമ്പടി ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിലൊരു വീട്ടുകാരൻ ഈ തറമുറകൾ അത് അന്യാധീനപ്പെട്ടു പോയെന്ന് പറയത്തില്ല, വസ്തു അന്യാധീനപ്പെട്ടു പോയി. അന്യാധീനപ്പെട്ടു പോയ വസ്തു അത് കൈവശം വെച്ചിരിക്കുന്ന ആളിൻ്റെ ഉള്ളിലെ ഒരു തോന്നലേ. എന്താ തോന്നലേ? ഇത് വിലക്ക് ചോദിച്ചാൽ എന്താണെന്ന്. അത് വിലക്ക് ചോദിച്ച് ആദ്യം തന്നെ ആ വിഷയം സെറ്റാക്കും. സെറ്റായിട്ട് ഈ അവകാശികളുണ്ട് 6 പേര് വേറെ, യഥാർത്ഥ അവകാശികൾ. ആ അവകാശികൾക്ക് 6 പേർക്കും തുല്യമായിട്ട് ഇത് വിറ്റതിൻ്റെ പൈസ കിട്ടും. അങ്ങനെ 3 മാസത്തിനുള്ളിൽ 3 വീടുകളും അവർ സ്വന്തമായിട്ട് തന്നെ തീരുമാനിച്ചിട്ട് ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ട് വിലക്കെടുക്കുകയാണ്. അവർ വിലക്കെടുത്ത് വീടുകൾ. എന്നിട്ട് ആ പണമെല്ലാം ഈ 6 വീട്ടുകാർക്ക്, ഇപ്പോൾ ഉള്ള അവകാശികൾക്ക് എല്ലാം തുല്യ പങ്കാളിയുമായിട്ട് കൊടുക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ ചേച്ചി പറയുന്നുണ്ട്, ലോകത്ത് ഉടമ്പടി അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ലെന്ന്. ഈ ഒരു വിഷയക്കാർ അവരെത്രയോ വർഷം, അവർക്ക് 65-70 വയസ്സുണ്ട്. അവർ കെട്ടിവന്ന കാലം പോലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഒരുപാട് എത്താൻ കിടക്കണ കാര്യമാണ്. അന്ന് പോലെ ഇത് അതൊക്കെ മുമ്പുള്ള പ്രശ്നമാണ്. ഇവർ കെട്ടിവന്ന കാലത്തിന് ശേഷം ഇത് ഒരുപാട് എത്തിയിട്ടില്ല. ആ വിഷയമാണ് ഇതിങ്ങനെ ഒരു പൂ നുള്ളണ പോലെ ഇങ്ങനെ എടുത്ത് എല്ലാ കോംപ്ലിക്കേഷൻ പരിഹരിക്കണത്. ചേന്നമംഗലത്തതാണ് സാക്ഷി കിടക്കുന്നു, നിങ്ങൾ നോക്കണം. അത് ഞാനവിടെ എഴുതിയിട്ടുണ്ട്. ഭാഗോടമ്പടി ചെയ്യാതെ അപ്പം മരിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ. ഭാഗോടമ്പടി ചെയ്യാതെ അപ്പം മരിച്ച പ്രശ്നമൊന്നും അല്ല ഇതേ, അതിനേക്കാൾ ഗംഭീരമാണിത്. അതിനേക്കാൾ ഗംഭീരമാണ് കാര്യം. ഒരു കേട്ടകേൾവിയില്ലാത്ത മനുഷ്യരുടെ മേൽ അന്യാധീനപ്പെട്ടു പോയ പുരയിടവാ. കടലിൽ ഒരു മുങ്ങി പോയ പുരയിടം പൊക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ പൊക്കിയെടുക്കാൻ പറ്റുന്ന പോലെയാണ് ഈ സംഭവം. പക്ഷേ അമ്മ കക്ഷിയാകുമ്പോൾ വിഷയം മാറും.